മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാരടം ഡോക്ടറുടെ പിഴവ് മൂലം മുറിച്ചു മാറ്റിയതായി പരാതി. കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രി സർജൻ ഡോക്ടർ ജോജോ വി ജോസഫിനെതിരെയാണ് പരാതി. തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി ഷീജ പ്രഭാകരൻ കടവന്ത്ര പോലീസിന് പരാതി നൽകി. തൃശൂർ ജീവ ലാബിലെ പരിശോധനയിൽ ഷീജയ്ക്ക് ക്യാൻസർ എന്ന് കണ്ടെത്തിയിരുന്നു. ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ശസ്ത്രക്രിയ ചെയ്തത് 2024 ഫെബ്രുവരി 17-നാണ്. ഷീജയുടെ വലത് മാരടം നീക്കം ചെയ്തു. ലേക്ക് ഷോർ ആശുപത്രിയിലെ പരിശോധനാ ഫലം ഫെബ്രുവരി 13-ന് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ലഭിച്ചിരുന്നു. അതിൽ ക്യാൻസർ ഇല്ലെന്ന് സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രിക്കടക്കം വീട്ടമ്മ പരാതി നൽകിയിട്ടുണ്ട്. വേദന വന്നിട്ട് ഉടനരഞ്ഞു പോയി. അവിടെ പോയിട്ട് വന്നപ്പോൾ ആളൊരു തെരിയൊരു ഒപ്പത്തം പോലെ ചെയ്തു. തെരിയൊരു ഒപ്പത്തം പോലെ ചെയ്തു. അതിൻ്റെ അത് പരിശോധനൻ്റെ ആയിരുന്നു. അത് ജീവ ലാബിലായിരുന്നു. അവിടെ നിന്നാണ് അവിടെ ആ റിപ്പോർട്ടിലാണ് ഇതിൻ്റെ ഡേറ്ററാന്ന് പറഞ്ഞ രോഗം ഉണ്ടെന്ന് പറഞ്ഞ. അതിൻ്റെ ആ റിപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ധാര കാണാൻ പോയി. ധാരാൻ തന്ന് ധാര കണ്ടു. ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു ആള് ഒരു മരുന്നും എനിക്ക് എഴുതി തന്നില്ല. ആള് പറഞ്ഞു ആ തേട് വാങ്ങി കൊണ്ടുവന്ന് രണ്ടാമത് നോക്കിയിട്ട് നമ്മുടെ ഓട്ടം എടുത്താന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് അത് അവർ നോക്കി 13-ാം തീയതി ആ റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഓപ്പത്തിൻ്റെ ചെയ്തത് 17-ാം തീയതിയാണ് എന്നെ. അപ്പോൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല, ഇത് രണ്ടര രോഗം അതിലുണ്ടായിരുന്നില്ല. ആരോപണം തള്ളി ഡോക്ടർ ജോജോ വി ജോസഫ് രംഗത്തെത്തി. സ്വകാര്യ ലാബിലെ തെറ്റായ കണ്ടെത്തലിനെ പഴിച്ചാണ് ഡോക്ടറുടെ വിശദീകരണം. എന്റെ അടുത്ത് ഈ രോഗി എത്തുമ്പോൾ, അതായത് സർജിക്കൽ ട്രീറ്റ്മെന്റിലാണ് ഈ രോഗി എത്തുന്നത്. 12-ാം തീയതിയാണ് ഇവരെന്നെ കാണാൻ വരുന്നത്. അപ്പം എന്നെ ഒരു സർജൻ എന്ന നിലയിൽ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ പർട്ടിക്കുലർ പേഷ്യന്റിന് സർജറി ചെയ്യണോ വേണ്ടോ എന്നറിയണമെങ്കിൽ 2 കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന്, ഈ പേഷ്യന്റിന് ക്യാൻസർ ഉണ്ടോ, അതിന്റെ റിപ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. അത് അവരെനിക്ക് തന്നു. അതാണ് ജീവ കോർപ്പറേറ്റിന്റെ, ഞാൻ അതിന്റെ കോപ്പി എന്തെങ്കിലും ഞാൻ അയച്ചു തരാൻ ഈ ഫോണിൽ പറഞ്ഞത്. ആ റിപ്പോർട്ടാണ്. അതിൽ MD പതോളജിസ്റ്റ് NABL അക്രഡിറ്റഡ് ലാബിലെ സീനിയർ പതോളജിസ്റ്റ് റിപ്പോർട്ടുണ്ട്. ഇൻഫിൽട്രേറ്റിംഗ് ഡക്ട് കാർസിനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ ആദ്യത്തെ ഭാഗത്ത്. ഈ രണ്ടാമത് എനിക്കറിയേണ്ടത് ഈ അസുഖം മറ്റു ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ, ചെക്ക് ചെയ്തിട്ടുണ്ടോ? അതുമില്ല. അതിനുശേഷമാണ് സർജറിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ സർജറിക്ക് 16-ാം തീയതി വരാനായിട്ട് ഞാൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. അവർ വന്ന് അഡ്മിറ്റഡ് ആവുന്നു. ഇവര് സർജറി ചെയ്ത് തിരിച്ചു പോകും. ഇതാണ് സംഭവം. ഇതിനിടയിൽ ഇവര് പറയുന്ന ബാക്കി കാര്യങ്ങൾ ഇവര് വീണ്ടും പരിശോധനയ്ക്ക് കൊടുക്കും. അതല്ല എങ്കിൽ ഇവര് പറയട്ടെ, ഞാൻ ഇവര് കൊണ്ടുവന്ന സ്ലൈഡ് വീണ്ടും പരിശോധനയ്ക്ക് അയച്ചതിന് ശേഷം ഞാൻ ആ റിപ്പോർട്ട് കാണാതെ ഇവരെ സർജറി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് തെറ്റ്. അങ്ങനെ എന്തെങ്കിലും ഇവരുടെ എവിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത റിക്വസ്റ്റ് പോലും വേണ്ട. ഇവര് കാണിക്കുന്ന റിപ്പോർട്ടിൽ ഏത് ഡോക്ടറെ കൊടുത്തെന്ന് എന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അതായത് നമ്മളൊരു പരിശോധനയ്ക്ക് ലാബിലേക്ക് ഏത് വേസ്റ്റാണെന്നുള്ളത് നമ്മുടെ റിക്വസ്റ്റ് അവർ വെച്ചില്ലാതെ ആ റിപ്പോർട്ടിന് മുകളിലുണ്ട്. അങ്ങനെ എന്തെങ്കിലും എന്റെ പേരുണ്ടോ? ഇതൊന്നും ഇല്ലാതെ ഇവര് ഒരു സുപ്രഭാതത്തിൽ വന്ന് എന്റെ മേലെ ആരോപണം ഉന്നയിക്കുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഡോക്ടറെ അടക്കം പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, ഇത് 2024 ഫെബ്രുവരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, ഈ ശസ്ത്രക്രിയ നടന്നത്. 1.5 വർഷത്തിന് ശേഷം പരാതിയുമായി വീട്ടമ്മ രംഗത്ത് വരുന്നു. എന്താണ് ഇത്രയധികം കാലതാമസമുണ്ടായത്? ഈ പരാതി നൽകാനുള്ള കാലതാമസമുണ്ടായത്? ഇതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്താണ് പോലീസ് പറയുന്നത്? വിവരം യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? പരാതി നൽകാൻ കാലതാമസം ഉണ്ടായിട്ടില്ല. സെപ്റ്റംബർ മാസത്തിൽ തന്നെ രേഖകളെല്ലാം ശേഖരിച്ച്, അതായത് ഈ ലാബിലെ പരിശോധനാ റിസൾട്ട് അടക്കം ശേഖരിച്ചതിന് ശേഷമാണ് ഈ നിയമ നടപടികളുമായി പോകാൻ കുടുംബം തീരുമാനിച്ചത്. കടവന്ത്ര പോലീസിനും തൃശൂർ പോലീസിനുമാണ് പരാതി കൊടുത്തത്. അത് സെപ്റ്റംബർ മാസത്തിൽ തന്നെ പോലീസിന് പരാതി കൊടുത്ത് പോലീസ് FIR ഇട്ട് കേസ് അന്വേഷിച്ചു. പിന്നീട് കുടുംബത്തെ അറിയിക്കുന്നത് യുവതിയുടെ, ഈ വീട്ടമ്മയുടെയും കുടുംബത്തിന്റെയും മറ്റ് ബന്ധുക്കളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ആശുപത്രിയിൽ നിന്നും പോലീസ് പറയുന്നത് ആശുപത്രിക്കാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല, ശസ്ത്രക്രിയ ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും ഡോക്ടർമാരിലടക്കം
തേടിയ വിവരങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലായതെന്ന മറുപടിയാണ് കുടുംബത്തിന് നൽകിയത്. പക്ഷെ കുടുംബം ആവർത്തിച്ച് പറയുന്നത് ഈ ശസ്ത്രക്രിയ നടത്തി എന്നതിലല്ല വീഴ്ച ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ശസ്ത്രക്രിയയെ നടത്തേണ്ടതില്ലായിരുന്നു. ഇല്ലാത്ത അസുഖത്തിന്, അതായത് ക്യാൻസർ ഇല്ല എന്ന പരിശോധനാ ഫലം ലഭിച്ചിട്ടും അത് കൃത്യമായി നോക്കാതെ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ, അതായത് വീട്ടമ്മയുടെ ഷീജയുടെ വലത്തെ മാറിടം മുറിച്ചു മാറ്റുക എന്ന ഗുരുതരമായ പിഴവ് തന്നെയാണ് ഈ ആശുപത്രിയിൽ നിന്നും സംഭവിച്ചത്. അതിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടത്. പിന്നീട് ഇതിനിടയ്ക്ക് തന്നെ പലതവണയും മൊഴിയെടുക്കൽ എന്നതിനപ്പുറത്തേക്ക് നടപടിയും സ്വീകരിച്ചില്ല. ഈ ജീവ ലാബിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആ ലാബ് അടച്ചുപൂട്ടുന്നതിനോ അല്ലെങ്കിൽ ലാബുകാരോട് വിശദീകരണം ചോദിക്കുന്നതിനോ അതിലൊരു തുടർ നടപടി എന്ന രീതിയിലേക്ക് ഒരു പരിശോധന പോലും പോലീസ് നടത്തിയിട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇങ്ങനെ തങ്ങൾക്ക് നീതി ലഭിക്കാതെ നീണ്ടുപോകുന്നതിനെ തുടർന്നാണ് മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം പൊതു സമൂഹത്തെ അറിയിക്കണം എന്നൊരു തീരുമാനവുമായി കുടുംബം തീരുമാനിക്കുകയും അതിനെ തുടർന്നാണ് മാധ്യമങ്ങളിലടക്കം ഇവർ ഇക്കാര്യങ്ങൾ തെളിവുകൾ സഹിതം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. 2024 ജനുവരി മാസത്തിലാണ് ഈ ഷീജ എന്ന തൃശൂർ സ്വദേശിയായ വീട്ടമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടെന്ന ജീവ ലാബിലെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ഇതിനെ തുടർന്നാണ് കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് വരികയും അവിടുത്തെ ക്യാൻസർ വിദഗ്ധരായിട്ടുള്ള ഗംഗാധരൻ ഡോക്ടറിനോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ഡോക്ടർ പരിശോധിച്ചതിൽ നിന്നും, അതായത് ഈ ജീവ ലാബിലെ റിപ്പോർട്ട് പ്രകാരം ഡോക്ടർ പറയുന്നത് ക്യാൻസർ ഉണ്ടെന്ന് തന്നെയാണ്. അതിനെ തുടർന്ന് പക്ഷേ ഡോക്ടർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇവിടെ ചില പരിശോധനകൾ കൂടി നടത്തണം. ആ പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും സർജറി എന്ന് പറയുകയും ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവ ലാബിൽ നൽകിയ സാമ്പിൾ അവർ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് കൊടുക്കുന്നു. അവിടെയും ചില ടെസ്റ്റുകൾ നടത്തുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ക്യാൻസർ ടെസ്റ്റ് നടത്താത്തതുകൊണ്ട് അത് ലേക്ഷോർ ആശുപത്രിയിലേക്ക് സാമ്പിൾ അയച്ചു കൊടുത്താണ് പരിശോധിക്കുന്നത്. ആ പരിശോധനാ ഫലം 13-ാം തീയതി തന്നെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ആ പരിശോധനാ ഫലം അവർ നോക്കിയില്ല. പകരം 17-ാം തീയതി, അതായത് 13-ാം തീയതി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 17-ാം തീയതി ഈ ഷീജ എന്ന യുവതിയുടെ വലത്തെ മാറിടം മുറിച്ചു മാറ്റുകയുമായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിനിടയിൽ പലതവണ ഇവർ ചോദിക്കുന്നുണ്ട്, ലേക്ഷോർ ആശുപത്രിയിലെ ഫലം വന്നോ, അതിലും പോസിറ്റീവ് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ ആണെന്ന് മറുപടിയാണ് കുടുംബത്തിന് നൽകിയത്. പക്ഷേ ഈ പരിശോധനാ ഫലം ചോദിച്ചപ്പോൾ അത് നേരിട്ട് ഡോക്ടറിന് തന്നെ ലഭിക്കും, അതിനുശേഷമായിരിക്കും തരിക എന്ന ഒരു ഒഴിവ് കഴിവുകളായിരുന്നു ആദ്യം ഇവർ പറഞ്ഞത്. കുടുംബം സ്വാഭാവികമായും വിദഗ്ധനായിട്ടുള്ള ഡോക്ടറാണ്, നല്ല ആശുപത്രിയാണ്, വിദഗ്ധ ചികിത്സ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ആ ഡോക്ടറെയും ആശുപത്രിയെയും വിശ്വസിച്ചു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച അവർക്ക് സംഭവിച്ചു എന്ന് കുടുംബത്തെ മനസ്സിലാക്കുകയും ചെയ്തത്. പക്ഷേ ടോം, ഒരു കാര്യം, ഈ വീട്ടമ്മയുടെ ജീവിതം താളം തെറ്റി വലിയ പ്രതിസന്ധിയിലാണ്. മാനസികമായും ശാരീരികമായും അവർ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തനിക്കില്ലാത്ത അസുഖത്തിന്റെ പേരിൽ നടത്തിയ ശസ്ത്രക്രിയ അവരുടെ ജീവിതം തന്നെ താറുമാറാക്കിയെന്ന് പറയാൻ കഴിയും. ഇന്നലെ ന്യൂസ് 18 അവർ പ്രതികരണം തരുമ്പോൾ പോലും വലിയ മാനസിക വിഷമത്തിൽ തന്നെയായിരുന്നു ആ കുടുംബം. സൂചിപ്പിച്ചതുപോലെ വളരെ മാനസികമായുള്ള ബുദ്ധിമുട്ട്, എല്ലാ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ ആയിരിക്കും ആ കുടുംബം കടന്നു പോകുന്നത്. പക്ഷെ ഇവിടെ ഡോക്ടറുടെ വിശദീകരണം ഇതാണ്: എന്തുകൊണ്ടാണ് തനിക്കെതിരെ മാത്രം പരാതി നൽകിയത്? ഈ ലാബ്, ഈ പരിശോധനാ ഫലം പിഴവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലാബിനെതിരെ പരാതി നൽകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ആർക്കായിരിക്കും വീഴ്ച സംഭവിച്ചത്? ലാബിനെതിരെയും നിയമ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? മാത്രമല്ല, ഈ ഡോക്ടർ ജോജോ വി ജോസഫ് വളരെ പ്രശസ്തനായിട്ടുള്ള ക്യാൻസർ രോഗ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ മാത്രമാണോ നിലവിൽ പരാതിയുള്ളത്? പോലീസ് കേസെടുത്തിരിക്കുന്നത്? പോലീസിന്റെ നടപടി എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? കേട്ടോ, 3 പേരാണ് ഇതിലെ പ്രധാന പ്രതികൾ. 1-ാം പ്രതി ഈ ജീവ ലാബാണ്, 2-ാം പ്രതി ഇന്ദിരാഗാന്ധി ആശുപത്രി, 3-ാം പ്രതി ഡോക്ടർ ജോജോ വി ജോസഫ്. അങ്ങനെ 3 പ്രതികളായാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ ജീവ ലാബുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന മറുപടിയാണ് നമ്മളോട് പറഞ്ഞത്. ഈ ഗുരുതര വീഴ്ചയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കിപ്പോൾ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ കുടുംബം ബന്ധപ്പെട്ടപ്പോൾ കുടുംബത്തിന് ജീവ ലാബിലെ ഡയറക്ടർ നൽകിയ മറുപടി പറയുന്നത്, അതിന് ഞങ്ങളുടെ റിസൾട്ട് നോക്കിക്കൊണ്ട് ഏതെങ്കിലും ഡോക്ടർമാർ സർജറി ചെയ്യുമോ? അതേ ആശുപത്രിയിൽ കൂടി പരിശോധിക്കണ്ടേ? അതിൽ ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന
കാര്യമാണ് ലാബ് പറയുന്നത്. പക്ഷേ അത് തന്നെ ഗുരുതരമായ വീഴ്ചയാണ്. കാരണം ക്യാൻസർ ഇല്ലാത്ത ഒരു പേഷ്യന്റിന് എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടെന്ന പരിശോധനാ ഫലം അവർക്ക് ലഭിക്കുന്നത്? അത് സ്വാഭാവികമായും ഒന്നാം പ്രതിയാക്കി തന്നെയാണ് ജീവ ലാബിനെ കേസെടുത്തിരിക്കുന്നത്. അവർ അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. മറ്റൊന്ന്, സാധാരണ നമ്മളൊരു ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അത് മറ്റൊരു ആശുപത്രിയിൽ നിന്നും റെഫർ ചെയ്ത് പോയാൽ കൂടിയും ആ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതിന്റെ ഫലം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും അവർ തുടർ ചികിത്സ നടത്തുക. ഇവിടെ ലേക്ക് ഷോർ ആശുപത്രിയിലെ പരിശോധനാ ഫലത്തിന് ഇവർ അയച്ചു കൊടുത്തു. ആ പരിശോധനാ ഫലം ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് ഈ സർജറിക്ക് അവരെ റെക്കമെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ 16-ാം തീയതി സർജറിക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത്. ഈ ഇന്ദിരാഗാന്ധി ആശുപത്രിക്കും വീഴ്ച സംഭവിച്ചു എന്ന് പറയാൻ കഴിയും. അതിന്റെ തെളിവുകളടക്കം തന്നെയാണ് കുടുംബം പുറത്തുവിടുന്നത്. ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നും 13-ാം തീയതി പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്ന് പറയുന്നതിന്റെ റിസൾട്ട് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ 13-ാം തീയതി തന്നെ എത്തിയിട്ടുണ്ടെന്ന് കുടുംബം ആവർത്തിക്കുന്നു. അതിന്റെ തെളിവുകളടക്കം പറയുന്നുണ്ട്. പക്ഷേ സർജൻ ജോജോ വി ജോസഫിനെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നത് തന്നിലേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഒന്ന്, ഈ പേഷ്യന്റിന് ക്യാൻസർ ഉണ്ടോ എന്ന്. ജീവ ലാബിലെ റിസൾട്ട് പ്രകാരം ഈ പേഷ്യന്റിന്റെ ക്യാൻസർ മുഴ നീക്കം ചെയ്തു എന്ന റിസൾട്ടാണ് തനിക്ക് ലഭിക്കുന്നത്. മറ്റൊന്ന്, പേഷ്യന്റിന്റെ ഈ ക്യാൻസർ മറ്റിടങ്ങളിലേക്ക് പടരാനുള്ളൊരു സാധ്യതയുണ്ടോ എന്ന്. ആ പടരാനുള്ളൊരു സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അത് പടരാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. പക്ഷേ കുടുംബമാണ് ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. താൻ സാധാരണ ഈ സ്ഥാനം നീക്കം ചെയ്യാൻ അനുവദിക്കാത്ത ഒരു ഡോക്ടർ തന്നെയാണ്. കാരണം അത്രയും സാങ്കേതിക വിദ്യകൾ അത്രത്തോളം വളർന്നു. പടരാൻ സാധ്യതയില്ലെങ്കിൽ പിന്നീട് അത് നീക്കം ചെയ്യേണ്ട എന്ന് തന്നെയാണ് ഡോക്ടർ ഈ കുടുംബത്തോട് നിർദ്ദേശിച്ചത്. പക്ഷേ കുടുംബം നിർബന്ധിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു സർജറി ചെയ്തതെന്നാണ് ഡോക്ടറിന്റെ വാദം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലാബിനും തെറ്റുപറ്റിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ പരിശോധനാ ഫലം നോക്കാൻ വിട്ടുപോയ ആശുപത്രിക്കും ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളിലും ഈ തെളിവുകളിലും ഒക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും കടവന്ത്ര പോലീസ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങളോ തുടർ നടപടികളോ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് കുടുംബം പരാതിയുമായി വീണ്ടും മാധ്യമങ്ങളെ സമീപിച്ചത്.